ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് CPയിലേക്ക് സ്വാഗതം. മനോഹരമായ ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും പോസിറ്റീവ് എനർജറ്റിക് ദിവസമായി മാറട്ടെ. എൻ്റെ പേര് സീന സനു, പത്തനംതിട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ സെക്ഷനിലേക്ക് കടക്കാം. ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും സജിത മാഡമാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് 13 എസെൻഷ്യൽ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഞാൻ സജിത മാഡത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മാഡം പ്ലീസ് വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്നെ സിനിമ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളെ ഇപ്പം എന്നെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ കൂടി ഞാൻ പുതിയതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയിട്ട് ഇപ്പൊ 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഞാൻ വളരെ പാഷനോട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയിട്ടുള്ളത് നമ്മുടേതായ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളാണ് നമ്മളൊക്കെ. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് തികയാതെ വന്നപ്പോഴാണ് നമ്മൾ ഒരു എക്സ്ട്രാ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആയിട്ടുള്ളതൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഞാൻ ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് 30 എസെൻഷ്യൽ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയില് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിജയിക്കാൻ വേണ്ടി അവർ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ 30 എസെൻഷ്യലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെറ്റ് ദി പ്രയോറിറ്റി. നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പറഞ്ഞു ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ആളുകളാണ് നമ്മളെന്ന്. ഈ ഒരു സ്വപ്നങ്ങളൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഡ്രീം, അതായത് നമ്മുടെ സ്വപ്നങ്ങളാണോ അതോ നമ്മളെ ഒരു മൈൻഡിനെയാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഒരുവിധ ആളുകളൊക്കെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അപ്പോഴത്തെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മൈൻഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു സിനിമ വന്നിട്ടുണ്ട്, നല്ലൊരു സിനിമയാണെന്നൊക്കെ അറിഞ്ഞാല് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളായിരിക്കും, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു മൈൻഡിന് അപ്പോഴത്തെ ആ ഒരു മൈൻഡിൽ തോന്നുന്ന ആ ഒരു ഫിലിം കാണണം എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ അതിനു വേണ്ടി പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ഫിലിം കണ്ടതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ആ ഒരു സമയം നഷ്ടപ്പെടാന്നല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡിനനുസരിച്ചുള്ള ആ ഒരു കാര്യം അപ്പൊ ചെയ്യാന്നല്ലാതെ ഒരു താൽക്കാലിക സുഖം മാത്രമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യമാണ് ആ സമയത്ത് ചെയ്യുന്നതെങ്കിലോ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു അവസരം, നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് ഒരു സെറ്റ് ആക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫിലിം കാണലൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിന് മാറ്റി വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നമ്മൾ ആ സമയത്ത് നമ്മൾ കൃത്യമായി ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതേപോലെ വരുന്ന ഓരോ അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ അത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് എന്താണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയം നേടാൻ സാധിക്കുന്നുണ്ടാവുക. അതുപോലെ നമുക്കൊരു ടൈം പാസ്, നമ്മൾ ടൈം പാസിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു ടൈം പാസിന് വേണ്ടി ആരും കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ നേടാൻ സാധിക്കുന്നില്ല. ഇനി അടുത്തതാണ് നമ്മൾ റീപ്ലേസ് ഹാബിറ്റ്സ്. നമ്മുടെ ഹാബിറ്റ്സുകൾ, അതായത് നമ്മുടെ ആ ഒരു ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോട് നല്ലൊരു വിജയം നേടാൻ സാധിക്കും. ഇപ്പൊ പലരും രാത്രി ഒരുപാട് സമയം നേരം വഴുകി കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും. ഒരു നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഓരോ ഇതിൽ കൂടെ ഫിലിംസും മറ്റും കണ്ടുകൊണ്ട് ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെയൊക്കെ കണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ആ ഒരു ഫിലിം കണ്ട് നമ്മൾ അത്രയും സമയം നമ്മൾ ഉറങ്ങാതിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നുണ്ടോ? പക്ഷെ ആ സമയത്ത് നമ്മൾ കൃത്യമായി കിടന്നുറങ്ങി രാവിലെ നേരത്തെ ഉണർന്ന് നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ഫ്രഷ് മൈൻഡ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം നമുക്ക് അതിലൂടെ നേടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മിക്ക ആളുകളും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ ഫാസ്റ്റ് ഫുഡിൽ എന്താ ഉള്ളത്?
അവർ ആ ഒരു ടേസ്റ്റിന് വേണ്ടി കുറെ പ്രിസർവേറ്റീവ്സുകളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ആ ഫാസ്റ്റ് ഫുഡ് നമുക്ക് തരുന്നു, നമ്മൾ കഴിക്കുന്നു. പക്ഷെ അതിലൂടെ നമ്മുടെ ആരോഗ്യം നശിക്കാന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം അവിടെ നടക്കുന്നില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ നമുക്കൊരു നല്ലൊരു ആരോഗ്യം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവുന്നുണ്ടാവില്ലേ. അതുപോലെയാണ് മോശമായ ഒരു ഫ്രണ്ട്സ്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കും, അതിൽ നല്ലവരും ചീത്തയായിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മോശമായ ഫ്രണ്ട്സുകളുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ട്. കാരണം നമ്മൾ അവരിലൂടെ ചേർന്നുകൊണ്ടാവും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ നല്ലൊരു ഫ്രണ്ട്സ്, അതായത് നല്ലൊരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പരാജയം എന്നൊരു വാക്കുണ്ടാവില്ല, വിജയത്തിലേക്കാണ് പോകുന്നുണ്ടാവുക. കാരണം നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, എന്ത് ചെയ്യണം, എന്ത് സമയത്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞുതരാം നല്ലൊരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെയാണ് പലരും ടെലിവിഷനും മറ്റുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് സമയം കളയുന്നുണ്ട്. നമ്മൾ ആ പാഴാക്കി കളയുന്ന ഒരു സമയം നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിലോ നമുക്ക് നല്ലൊരു ആരോഗ്യവാന്മാരായിരിക്കാൻ സാധിക്കുന്നുണ്ടാവൂലേ. അതുപോലെ തന്നെയാണ് കംപ്ലൈനിങ്. ഇപ്പൊ ഒരു പ്രോഗ്രാമോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാള് നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമുകൾ തന്നെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ബ്രെയിൻ ഫുഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ എങ്ങനെ ഗ്രോത്ത് ചെയ്യാന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. പക്ഷെ ചില ആളുകളുണ്ട് ഈ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചായ കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും കംപ്ലൈന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഏതൊരു പ്രോഗ്രാമും നമുക്ക് നടക്കുന്നത് നമുക്ക് ഒരു ബ്രെയിൻ ഫുഡ് തരാനാണ്, നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കംപ്ലൈന്റ് പറയുന്ന ആളുകളായി മാറരുത്. നമ്മൾ ഒരു കൃതജ്ഞതയുള്ള ആളുകളായിട്ട് മാറാൻ ശ്രമിക്കുക. പ്രത്യേക ഈ കംപ്ലൈന്റ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ബ്ലെയിം, ഇത് കുറ്റപ്പെടുത്തലുകൾ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. നിസ്സാര ഒരു കാര്യമാണെങ്കിൽ പോലും എല്ലാത്തിലും ഒരു കുറ്റം കണ്ടെത്തുന്ന വ്യക്തികൾ. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിലൂടെ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് അല്ലെ. നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോ ഒരു ടോം ആൻഡ് ജെറി പോലെയുള്ള ഒരു കഥാപാത്രം, അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. എങ്കിൽ പോലും ഈ ഒരു കഥാപാത്രത്തെ എടുത്ത് നോക്കുമ്പോൾ ടോം എന്തിനു വേണ്ടിയാണ് ജെറീനെ ഓടിപ്പിക്കുന്നത്? ടോമിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ജെറീനെ നമ്മൾ ഓടിപ്പിക്കുന്നത് അല്ലെ. പക്ഷെ ജെറി എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? ജെറിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓടുന്നത്. പക്ഷെ ഈ ജെറി ഓടി അത് അതിന്റെ മാളത്തിലേക്ക് ഒളിക്കുന്നു. പക്ഷെ അപ്പൊ ടോമിന് അവിടെ ആ ജെറീനെ കിട്ടുന്നുണ്ടോ? ആ നേരത്തെ ഫുഡ് അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ജെറിയുടെ ജീവൻ അവിടെ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. അതുപോലെയാണ് നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകണം. ആ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമുക്ക് അത് ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറുന്നുണ്ടാവും. നമ്മൾ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അവിടെയൊന്നും നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതുപോലെയാണ് ലൈഫ് പ്രയോറിറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. ലൈഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഈ ലൈഫ് പ്രയോറിറ്റി നമുക്ക് എല്ലാവരും കൊടുക്കുന്ന ലൈഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ കൊടുക്കുന്ന ദൈവത്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. അതിപ്പോ അടുത്തത് നമ്മുടെ ഫാമിലിക്കായിരിക്കും. അത് കഴിഞ്ഞാൽ തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ ആ ജോലിക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഹോബീസിനും, അത് കഴിഞ്ഞിട്ട് റിക്രിയേഷനും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് എന്തിനും വെസ്റ്റീജിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് തന്നെ കൊടുക്കണം. കാരണം എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ദൈവത്തിനാണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുത്താൽ തേർഡ് പ്രയോറിറ്റി നമ്മൾ പ്രൊഫഷന് കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഫഷന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും അവസാനം നമ്മൾ ഈ വെസ്റ്റീജിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനുണ്ടാവും? ഒരിക്കലും സാധിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മളെ എപ്പോഴും പ്രയോറിറ്റി നമ്മൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല, ആ ജോലിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തോടൊപ്പം തന്നെ നമ്മുടെ വെസ്റ്റീജിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഇപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പൊ ദൈവത്തിനാണെങ്കിൽ, സെക്കൻഡ് പ്രയോറിറ്റി ഫാമിലിക്കും, തേർഡ് പ്രയോറിറ്റി ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഞാൻ തേർഡ് പ്രയോറിറ്റി എന്റെ ഈ ഒരു വെസ്റ്റീജിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്റെ ഫാമിലിയോടൊപ്പം തന്നെയാണ് ഞാനിപ്പോ വെസ്റ്റീജിന് പ്രാധാന്യം കൊടുത്തത്. കാരണം ആ ഒരു ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണല്ലേ. അപ്പൊ കഴിഞ്ഞ മാസം 22-ാം തീയതി ഞാനൊരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്തത് അന്ന് മനോജ് പാറിൽ എന്ന് പറഞ്ഞ സാറായിരുന്നു ആ ഒരു പ്രോഗ്രാമിന് വിശിഷ്ടാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയെ കുറിച്ച് ഒരു ചെറിയൊരു എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം അന്ന് ഞാൻ ആ ഒരു പ്രോഗ്രാം വെച്ചത്, സാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കാണ് സാറിന് ട്രെയിൻ കയറി ഞാൻ എന്റെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. വൈകിട്ട് 5 മണിക്കായിരുന്നു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് സാർ 1 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുള്ളൂ. പക്ഷെ അന്ന് രാവിലെ ഞാൻ എന്റെ മകന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ബോഡി ഫുൾ പെയിൻ ആയിട്ടും എനിക്ക് ഹെഡിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക്, തലവേദന, സഹിക്കാൻ പറ്റാത്ത തലവേദനയൊക്കെ ആയിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന സമയമായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ മനോജ് സാറിന്റെ അടുത്ത് എനിക്ക് വിളിച്ച് പറയായിരുന്നു, സാർ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എനിക്കത് പറയാൻ തോന്നിയില്ല. അത് പറയാൻ തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ അന്ന് ഒരു പ്രോഗ്രാം എങ്ങനെയും ആ ഒരു പ്രോഗ്രാം അവസാനിക്കിട്ട്, കാരണം എന്റെ അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ ആ ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിന് വേണ്ടി ഞാൻ അന്ന് ആ ഒരു പ്രോഗ്രാം ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ അന്ന് വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടുള്ള പ്രോസ്പെക്റ്റുകൾക്ക് പിന്നീട് ഒരിക്കൽ ചിലപ്പോൾ വരാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ മനോജ് സാറിന് തന്നെ വരാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എനിക്ക് അവനൊരു പ്രോഗ്രാമിൽ ചിലപ്പോൾ എനിക്ക് അറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാതെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ച് ആരോടത് പറയാതെ തന്നെ ഞാൻ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാം വൈകിട്ട് 5 മണിക്കായിരുന്നു. ആ സമയത്ത് വളരെ പ്രയാസത്തോടു കൂടിയിട്ട്, അപ്പൊ മനോജ് സാർ എന്നോട് മുന്നിൽ വിളിച്ച് പറഞ്ഞിരുന്നു, നീ ഒരു കാര്യം ചെയ്യണം, ആദ്യത്തെ പ്ലാൻ പ്രസന്റേഷൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ക്ലോസിംഗ് സാർ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പ്രകാരം തന്നെ ഞാൻ ആ ഒരു പ്രോഗ്രാമിന്റെ പ്ലാന് ഞാൻ എടുത്തു. ആ പ്ലാന് അത് അവസാനിക്കുന്നത് വരെ ഞാന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല, ആരോടും പറയാനുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും തലവേദന സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ അവിടെ മുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചെയ്തു, സാറ് ക്ലോസിംഗ് ഒക്കെ ചെയ്തു. വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാം എനിക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. മാത്രമല്ല, എനിക്ക് അതിലൂടെ 4 പ്രോസ്പെക്റ്റിനെയാണ് കിട്ടിയത്. ആ ഒരു പ്രോഗ്രാം നടത്തിയതുകൊണ്ട് എനിക്ക് 4 പ്രോസ്പെക്റ്റിന് എനിക്ക് ജോയിൻസ് കിട്ടാൻ ചാൻസ് വന്നു. പക്ഷെ ഞാൻ ഈ ഒരു ബോഡി പെയിനും തലവേദനയും ഒക്കെ പറഞ്ഞ് ഞാൻ ആ ഒരു പ്രോഗ്രാം മാറ്റി വെച്ചിരുന്നെങ്കിലോ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു പ്രോസ്പെക്റ്റിനെ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു 4 ജോയിൻസ് എനിക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മള് ആ ഒരു ഇതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തു, നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു 4 ജോയിൻസ് കിട്ടിയത്. പക്ഷെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടു, ഛർദിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ട് ഫുൾ ദിവസം തന്നെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇരുന്നെങ്കിൽ പോലും ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് 4 ജോയിൻസ് അതിലൂടെ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ എന്തും കാര്യം ചെയ്യുന്നോ നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ ഒരു വിജയം നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണെങ്കിൽ, സെക്കൻഡ് പ്രയോറിറ്റി ഫാമിലിക്കാണെങ്കിൽ, തേർഡ് പ്രയോറിറ്റി പ്രൊഫഷനോടൊപ്പം തന്നെ നമ്മുടെ ഒരു വെസ്റ്റീജും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്ന് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാക്ഷാത്കരിക്കും. അതുപോലെ മൈൻഡ് ആൻഡ് ബോഡി, നമുക്ക് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ വിജയം നേടാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഒരു വ്യക്തി നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മീറ്റ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ പ്രസന്റേഷനോ മറ്റും നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ആ ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ശ്രമിച്ചു നോക്കുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങള്, അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡിയുടെ ആ ഒരു ഇതും ആളെ സംസാര രീതിയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നല്ലൊരു ബോഡിയുള്ള നല്ല ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മള് ആ ഒരു ബോഡി ഒന്നും ഇതില്ല, സംസാരം വലിയ ക്ലിയർ ഇല്ലാത്തൊരു വ്യക്തിയാണ് സംസാരിക്കുന്നെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർ പറയുന്നത്. അപ്പോ
എപ്പോഴും നമുക്ക് പ്രാധാന്യം നമ്മുടെ ആരോഗ്യം കൂടി കൊടുക്കണം. കാരണം നമ്മുടെ ശരീരം എത്ര നമ്മൾ ആ ഒരു ഇതില് നല്ലൊരു പേഴ്സണാലിറ്റിയിലൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അത്രയും നമ്മുടെ ആ ഈ ഒരു വിജയത്തിലേക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു വിജയം നേടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു 30 മിനിറ്റ്, ഒരു ദിവസത്തിലെ ഒരു 30 മിനിറ്റ് നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, അതായത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ മാറ്റി വെക്കേണ്ടത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് ആയാലും, അതായത് നല്ല ഭക്ഷണങ്ങൾ, നല്ല നമുക്ക് ആരോഗ്യം നേടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. കൃത്യമായ സമയത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉറക്കം നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ദിവസത്തില് നമ്മളൊരു 8-9 മണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇത്രയും മണിക്കൂറൊന്നും ഉറങ്ങാൻ ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു 7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യം മെച്ചപ്പെടും. ഇപ്പൊ പലരും അമിതവണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലേ, പക്ഷെ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അത്രയും വണ്ണം വരുന്നുണ്ടാവുക. ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്കം കൃത്യമല്ലാത്തവർക്കും ഇതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും അമിതമായ വണ്ണമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉറങ്ങാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോ ഈ നടക്കുന്ന ഈ CP പോലെയുള്ള ഒരുപാട് സെഷൻസുകളായാലും അല്ലെങ്കിൽ മറ്റ് ഫിസിക്കലായിട്ടും ഒക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഈ വെസ്റ്റീജിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വെസ്റ്റീജ് നമ്മളിൽ ഉണ്ടായാലേ കാര്യമുള്ളൂ. അപ്പൊ ഈ വെസ്റ്റീജ് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ CP എന്ന് പറയുന്ന സെഷൻ. ഈ ഒരു സെഷനിലെ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ചിലപ്പോ പഴയ ലീഡേഴ്സിനൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇനിയായിരിക്കും തുടർന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാതെ പോയ ഒരു പോയിന്റ് ആയിരിക്കും. അത് നമുക്ക് അതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഇതുപോലെയുള്ള സെഷനുകൾ, പ്രത്യേകിച്ച് ഈ CP എന്ന് പറഞ്ഞ സെഷനിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും തുടർന്ന് എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു അറിവ് നേടാൻ, ഈ ഒരു ബിസിനസ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നന്നായി വായിക്കുന്ന ഒരാളായി മാറണം. നമ്മൾ ഒരു ബുക്ക് ഒരു ദിവസത്തിൽ കുറച്ച് നേരം ഒരു 30 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം, അത് നമ്മൾ ഈ ഒരു ബിസിനസ് സംബന്ധിച്ചോ മറ്റൊരു വിഷയങ്ങൾ നമ്മൾ വായിക്കുന്ന ഒരു വ്യക്തികളാണ്. ഒരുപാട് വായിക്കുന്ന ആളുകൾക്കാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല അറിവുകൾ നേടാനും നല്ല രീതിയിൽ നമുക്ക് മറ്റൊരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും നമുക്ക് അത് സാധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ അപ്ലൈൻ ആയിട്ട്, അതായത് നമ്മൾക്ക് ഇതിലേക്ക് കണക്ട് ആവാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ആ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ സഹായിച്ച നമ്മുടെ ആ ഒരു വ്യക്തിയാണ് നമ്മൾ അപ്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയെ ആയിട്ട് എന്നും ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. കാരണം നമുക്ക് ഈ ഒരു ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് മറ്റു വിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ സംസാരിക്കാനല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മൾ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ 5-10 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ ഈ അപ്ലൈനുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു ടൈം തീർച്ചയായിട്ടും കണ്ടെത്തണം. അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു പറയാം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള യൂട്യൂബ് പോലുള്ള പല സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്? പല റീൽസുകൾ കണ്ട് ഉള്ള സമയമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ അതിലൂടെ നമുക്ക് എന്തെങ്കിലും ലാഭമോ? ഒന്നുമില്ല. നമുക്ക് ആ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഉപകാരം അവിടെ നേടാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലൊരു കാര്യങ്ങൾ, നമ്മുടെ ഒരു ബിസിനസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ നേടാനാണെങ്കിലും ഇപ്പൊ നമ്മുടെ വെസ്റ്റീജിന്റെ തന്നെ ഒരുപാട് ചാനൽസുകളുണ്ട്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് ഒരുപാട് ചാനലുകളുണ്ട്. അതിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഡെവലപ്മെന്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതായിട്ടുള്ള ഒരുപാട് സെഷനുകളുള്ള ഓരോ ചാനലുകളുണ്ട്. അപ്പൊ ആ ഒരു ഇത് നമ്മൾ ആ ടൈം നമ്മൾ അത്തരം കാര്യങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെ നമ്മൾ അനാവശ്യമായ പോസ്റ്റുകളൊക്കെ നമ്മൾ സ്വയം പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ ഒരു വെസ്റ്റീജിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചോ അതിലുണ്ടായ ഗ്രോത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലോ ഇല്ലേ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായിട്ട് മാറുന്നുണ്ടോ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്തും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമയം ഒരിക്കലും നമ്മൾ കളയാതിരിക്കുക. അതുപോലെ അടുത്ത് നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഈ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എങ്ങനത്തെ ഫ്രണ്ട്സുകളായിരിക്കണം? നല്ലൊരു ഉപദേശകരായിട്ടുള്ള കൂട്ടുകാരായിരിക്കണം അല്ലെ.
അല്ലാതെ മോശമായ ഒരു ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കാര്യമില്ല. നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യം പോലും ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലീനെ നമ്മൾ എപ്പോഴും കൂടെ നിർത്തണം. നമ്മുടെ ഈ ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ആദ്യം കണക്ട് ആവുന്ന സമയത്ത് എന്റെ ഫാമിലിയിൽ ഞാൻ ഈ ഒരു മീറ്റ് അറ്റൻഡ് ചെയ്യുന്നൊന്നും അവര് അങ്ങനെ കേൾക്കാനൊന്നും അധികം ഇരുന്നിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് അവർക്ക് കാരണം ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൽ തന്നെ ഇതായി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ള ഒരു മൈൻഡ് മാത്രമാണ് എന്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അപ്പോ ഈ ഒരു മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓരോ സെഷനുകൾ ചെയ്യാനൊക്കെ ഞാൻ സമയം കണ്ടെത്തുമ്പോൾ ഈ ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല, ചില സമയങ്ങൾ വരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, ഏത് സമയം നോക്കിയാലും ഫോൺ നോക്കും, അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴും ഫോണിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെഷനുകൾ നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഇവര് ഫാമിലി എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഞാൻ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരും കൂടി ഇത് കേൾക്കണം, മനസ്സിലാക്കണം എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആയാലും ആദ്യം എന്നോട് എന്ത് വേണം ചെയ്തോളാൻ പറയും. നമ്മൾ മീറ്റ് അറ്റൻഡ് ചെയ്യുക കാര്യങ്ങൾ നീ എടുത്തോ ചെയ്തോ എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഹസ്ബൻഡിനും കൂടെ കൂടെ ഇട്ടാൻ ശ്രമിക്കും. ഞാൻ പറയും നിങ്ങൾ ഇവിടെ ഇന്ന് കേൾക്ക്, എന്താണ് പറയുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞ ഇതിനും കൂടെ ഇരുത്തുന്നത് കൊണ്ട് തന്നെ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എന്നേക്കാളും കൂടുതൽ നമ്മുടെ ഈ ഒരു വെസ്റ്റേജിനെ കുറിച്ചിട്ട് മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതെന്റെ ഭർത്താവാണ്. കാരണം ആൾക്ക് ഈ ഒരു ഇത് കേട്ടിട്ട് ഇപ്പൊ അടുത്ത് തന്നെ ഒരാളായിട്ട് ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് പോലും അത്ഭുതമായത്. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇത്രയും ഡെയിലി ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്നേക്കാളും കൂടുതൽ ആൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വെക്കുന്ന ഒരു സെഷനുകളും അദ്ദേഹം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, കൊളസ്ട്രോളത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ആ ആളോട് ഫോണിലൂടെ പറയുന്ന കേട്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതം. കാരണം ആ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് വളരെ സന്തോഷമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്ന് വളരെയധികം സപ്പോർട്ടാണ്. അവരും എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ എന്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും എന്റെ കൂടെ വരാനും അത് ചെയ്യാനും ഒക്കെ എനിക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിനെ കൂടെ നിർത്തണം. നമ്മള് ഇപ്പൊ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവുമായിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത്. ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും മക്കളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ നേരം വൈകി വരുന്ന ഒരു അവസ്ഥ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയിൽ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിയെയും കൂടെ നിർത്തി ഈ ഒരു ബിസിനസ് സാധ്യതകളെ കുറിച്ചും ഇതിൽ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ അവരുമായി നിരന്തരം നമ്മൾ സംസാരിച്ച് അവരെയും ഇതിലേക്ക് കണക്ട് ആക്കിക്കൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ നമ്മള് ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഫാമിലിയെയും കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ മാസം 25-ാം തീയതി നമുക്കൊരു പ്രോഗ്രാം വരുന്നില്ലേ? അത് വലിയൊരു പ്രോഗ്രാമാണ് വെസ്റ്റീജിന്റെ. വെസ്റ്റീജിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഞാൻ ഈ ഒരു വെസ്റ്റീജിൽ ജോയിൻ ചെയ്തിട്ട് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് അച്ചീവേഴ്സ് മീറ്റ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം ഇതാണ് വെസ്റ്റീജ്, ഇത്രയ്ക്കും ആളുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോയി. പക്ഷെ അതിനേക്കാൾ രസം അടുത്ത പ്രോഗ്രാമായ വുമൻസ് എംപവർമെന്റ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് അതെന്റെ ജീവിതത്തിൽ തന്നെ. അപ്പോ അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി മനസ്സിലായത്. കാരണം അച്ചീവേഴ്സ് മീറ്റിൽ കണ്ട ജനങ്ങളല്ല ഈ വുമൻസ് എംപവർമെന്റിൽ ഉണ്ടായിരുന്നത്. അതിനേക്കാൾ എന്താ പറയാ, ഒരു സാഗരം തന്നെയാന്ന് പറയാം, ജനങ്ങളുടെ ഒരു സാഗരം തന്നെയായിരുന്നു എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഈ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് ഒരൊറ്റ മൈൻഡിലായിരിക്കും തീർച്ചയായും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു മൈൻഡിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളൊരു വെസ്റ്റീജ് എന്താണെന്ന്, അതിൽ എത്ര ജനങ്ങളുണ്ടെന്ന്, അത് എങ്ങനെയാണെന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു അച്ചീവേഴ്സ് മീറ്റ് കഴിഞ്ഞ് ഈ വുമൻസ് എംപവർമെന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ നേരത്തെ കണ്ട അച്ചീവേഴ്സ് മീറ്റ് അല്ല വെസ്റ്റീജ് എന്നുള്ളത്. അപ്പൊ അത്രയ്ക്കുണ്ട്. അപ്പൊ അതിനേക്കാളും ഇരട്ടിയാണ് ഇനി വരുന്ന നമ്മുടെ ഈ ഒരു മാസം 25-ാം തീയതി വരുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് അവാർഡ് ഫംഗ്ഷൻ. ഈ ഒരു അവാർഡ് ഫംഗ്ഷന് 7000-ത്തിലധികം ജനങ്ങളാണ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് പുതുതായി ജോയിൻ ചെയ്ത ആളുകളാണെങ്കിലും നമ്മുടെ പഴയ ലീഡേഴ്സുകളാണെങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഫാമിലിയിലും ഇതിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വഴി അവർക്കും എന്താണ് വെസ്റ്റീജ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ശല്യപ്പെടുത്തലുകൾ, അതായത് മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കണം.
നമ്മൾ നല്ല ഒരു മൈൻഡോട് കൂടി നമ്മുടെ ഫാമിലിയോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ജോബ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയാണെങ്കിലും ആ ഒരു ജോലി നമ്മൾക്ക് ഇപ്പൊ കൃത്യമായൊരു കാര്യങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഒരു ആ ജോലിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ടെൻഷനുകളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ആ ഒരു ജോലിയിലുള്ള ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ടൈം കണ്ടെത്താൻ മാത്രമല്ല, ഇപ്പൊ ആ ചെയ്യുന്ന ജോലി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി. ഇപ്പോ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറണം അല്ലെ. പ്രൊഡക്റ്റ് യൂസറായി മാറാന്ന് പറയുമ്പോൾ ഇപ്പോൾ 450 പരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങി നമ്മളോട് ഉപയോഗിക്കാനാണോ പറയുന്നത്? തീർച്ചയായിട്ടും അല്ല. നമ്മളോട് ഈ പ്രൊഡക്റ്റ് യൂസറായി മാറാൻ, അതായത് 100% പ്രൊഡക്റ്റ് യൂസറായിട്ട് മാറാൻ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ പല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഒരു മാസം അല്ലെ. ആ ഒരു മാസം ചിലപ്പോൾ ഒരു ബില്ലിട്ട് കൊണ്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ നമ്മള് ഈ നമ്മുടെ കമ്പനിയിൽ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റ്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു മാസം നമ്മൾ വേണ്ട സാധനങ്ങള് വാങ്ങിക്കാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ലിസ്റ്റ് പ്രകാരത്തിൽ നമ്മുടെ കമ്പനിയിൽ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഉണ്ടോ ആ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാനും, നമ്മുടെ കമ്പനിയിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായും മറ്റു നിങ്ങൾ ഏതാണ് ഷോപ്പ് എന്ന് വെച്ചാൽ ആ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു 100% പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് ഈ 100% പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറല്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിലൂടെ വിജയം നേടാൻ സാധിക്കില്ല. കാരണം അവരെപ്പോഴും ഒരു കസ്റ്റമർ ആയിട്ട് മാത്രമാവും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെ നല്ലൊരു ഗ്രോത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പേഴ്സണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഈ പേഴ്സണൽ ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് വിചാരിക്കണമെങ്കിൽ നമുക്ക് പ്രോസ്പെക്റ്റുകൾ വേണം അല്ലേ. കാരണം നമുക്ക് നമ്മുടെ കമ്പനിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ് ടേൺ ഓവറിൽ നിന്നാണ് നമുക്കൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും. അപ്പൊ അതുണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും പേഴ്സണൽ ആക്ടിവിറ്റി, അതായത് ഒരു ദിവസത്തിലെ 2-3 ആളുകളെയും തീർച്ചയായിട്ടും നമ്മൾ അവരെ കാണാനും നമ്മൾ ഈ ഒരു പ്ലാൻ അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനും ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനും സാധിക്കണം. ഈ ചെയ്യുന്ന രീതികൾ, അതായത് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഒരു ദിവസം 2-3 ആളുകളെ കണ്ട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും അത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. അതൊരിക്കൽ ചെയ്തുകൊണ്ട് അവിടെ അവസാനിപ്പിച്ച് പോകാൻ പാടില്ല. കാരണം അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ മാസവും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറാനും, നമ്മൾ ഓരോ വ്യക്തികളെ ഓരോ ദിവസം ഇപ്പൊ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് ഫോണല്ലേ. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഫിസിക്കലായി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോസ്പെക്റ്റിനെ വിളിക്കാനും അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ. അപ്പൊ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട്, അപ്പൊ നമ്മൾ ഒരാളെ ഇപ്പൊ കാണാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടായിരിക്കരുത് കേട്ടോ നമ്മൾ അവരെ വിളിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തി അവർക്ക് അതിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. ആ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പറയുമ്പോൾ അവർ ഇതിലേക്ക് കണക്ട് ആവാനും അത് എന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് വഴി ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ എപ്പോഴും നമ്മൾ ഈ ഒരു അതുപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇതുപോലെ ക്ഷണിക്കുന്ന ആളുകൾ വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തണം. ആ ഒരു ടീമിനെ നമ്മൾ എപ്പോഴും ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മളെ കൂടെ വന്ന ഒരു ഡൗൺലൈൻസിനെ അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരവരെ കാര്യം ചെയ്യട്ടെ എന്ന് കരുതി അവരെ മാറ്റി നിർത്തിയാല് നമുക്ക് വിചാരിച്ച ഒരു ലെവലിൽ എത്തില്ല. കാരണം നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളെ കൂടെ വരുന്ന ആളുകളെയും കൂടി നമ്മൾ വിജയിപ്പിച്ചെടുക്കണം. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്രത്തോളം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമുക്കും ഇതിലൂടെ ഒരു വിജയം നേടാൻ സാധിക്കുന്നുണ്ടാവുക. അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ അവരുടെ വഴിക്ക് വിട്ടാല് ഒരിക്കലും നമുക്ക് ഇതിലൊരു വിജയം നേടാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ സഹായിക്കലാണ് ചെയ്യുന്നത്. ആ ഒരാളെ എത്രത്തോളം നമ്മൾ ഒരാളെ സഹായിക്കുന്നു അത്രയും നമുക്ക് ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് സെൻസ് ഓഫ് അർജൻസി. ഇപ്പോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യമുള്ള കാര്യമാണോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. കാരണം ചിലപ്പോൾ നിസ്സാര ഒരു കാര്യമായിരിക്കും, അതിപ്പോ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്ന കാര്യങ്ങളായിരിക്കില്ല.
പക്ഷെ അത് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ട് വേണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇപ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു മീറ്റിംഗ് മറ്റൊരു എന്ത് കാര്യം ആവട്ടെ, ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒറ്റയ്ക്ക് മാറ്റി വെക്കാൻ പാടും. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലപോലെ പെട്ടെന്ന് എന്ത് കാര്യം ഫാസ്റ്റായി ചെയ്യുന്ന ഒരു വ്യക്തികളായി മാറണം. ഒരു ഫാസ്റ്റ് ട്രാക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. എന്ത് കാര്യം പെട്ടെന്ന് ചെയ്യണം, പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോ നമ്മള് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വ്യക്തികളായി മാറുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു വിചാരിച്ച റിസൾട്ട് ഉണ്ടാവുക. ഇപ്പൊ ഒരാളിപ്പോ നമ്മളിപ്പോ ഒരു പ്രോസ്പെക്റ്റിനെ തന്നെ കണ്ടു, അവരെ കണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പൊ ആ ഒരു ചിലപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഐഡി എടുത്ത് ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാവും. പക്ഷെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ബിസിനസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. കാരണം അവരവരുടേതായ ജോലിയും മറ്റു തിരക്കുകളും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു കാര്യം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാറി നിൽക്കുന്നുണ്ടോ. പക്ഷെ അങ്ങനെ മാറി നിന്നത് കൊണ്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ ഈ ഒരു വെസ്റ്റീജില് വെസ്റ്റീജിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വെസ്റ്റീജ് നമ്മളിൽ ഉണ്ടായാലാണ് നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഒരുപാട് പേരാണ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജോയിൻസ് ആയാലും ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ കോൾ എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്താൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നമുക്കൊരു എന്താ പറയാ, ഒരു റീപ്ലൈ തരാത്തതായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെസ്റ്റീജിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്? അത് ചെയ്തിട്ട് എന്താണ് അവർക്ക് ഉപകാരം ഉള്ളത്? വെറുതെ ഒരു ജോയിനിങ് ഒരു രജിസ്ട്രേഷൻ ഐഡി എടുത്തുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നമ്മൾ എല്ലാവരും വരണം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾ ഇന്ന് എന്തിനാണോ ഈ വെസ്റ്റീജിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മളെ സഹായിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ഇതാവണം. അല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു വ്യക്തികളുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുകളായിട്ട് കൂട്ടുകൂടാനും ആ ഒരു ചിന്ത നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. കാരണം ഇത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അറിവിൽ ഒരു ആക്സിഡന്റ് ഇപ്പൊ നടന്നു, ഇപ്പൊ നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു എന്ന് കാണാം. ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ, ആ ഒരു ആൾക്ക് അവിടെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഒരു ആക്സിഡന്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് വേഗം പോയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, കാരണം അത് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് അവിടെ ആ ഒരു ആക്സിഡന്റ് പറ്റിയ വ്യക്തിയെ സഹായിക്കാൻ വേറെ ആളുകൾ ഉണ്ടെങ്കിലോ നമുക്കപ്പോ അവിടെ പ്രാധാന്യമുണ്ട്. നമ്മളപ്പോ വെറുതെ പേര് കേൾക്കാൻ വേണ്ടി നമ്മളും കൂടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ടൈം അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോ അവിടെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനോ മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അവർക്ക് മാറ്റി കൊടുക്കുക, അത് അവർ ചെയ്യട്ടെ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ ആ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കൂടെ കൂടിയിട്ട് യാതൊരു ഉപകാരമില്ല. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ട് അത് നമ്മൾ അത്യാവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായും അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനെ നമ്മള് അത് ചെയ്യുന്നത് ലേൺ, നമ്മൾ പഠിക്കണം. നമ്മൾ എന്തൊരു കാര്യം, അതായത് ഈ ഒരു ബിസിനസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. ഇപ്പൊ പ്ലാൻ പ്രസന്റേഷൻ ആയാലും മറ്റും നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ നമ്മൾ അതിങ്ങനെ കേട്ടാൻ പോവാൻ വേണ്ടിയിട്ടല്ല. നമ്മളത് തീർച്ചയായിട്ടും അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഇത് പഠിച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത ചെയ്യുന്നത് അത് ചെയ്യലാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങള് നമ്മളത് പ്രവർത്തിക്കണം, അത് ചെയ്യണം. അത് നമ്മുടെ അപ്ലൈന്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സിന്റെ കൂടെയോ നിന്ന് നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ അത് മറ്റൊരാളെ പഠിപ്പിക്കാനും ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തോ, അപ്പൊ നമ്മളൊരു പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചു, അത് നമ്മളത് പ്രസന്റ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അത് നമ്മളെ കൂടെ വന്ന ആളുകളെയും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഒരുപാട് സെഷനുകളുണ്ട്. എന്തെല്ലാം സെക്ഷനുകൾ പ്രൊഡക്റ്റുകളെ കുറിച്ചും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏതെല്ലാം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് സെഷനുകൾ നമുക്കുണ്ട്. അപ്പൊ ആ സെഷനുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ഈ CEP അടക്കമുള്ള ഓരോ സെഷനുകളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ CEP എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ്.
ഈ CEP-ലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രധാനപ്പെട്ട അറിവുകളാണ്. കാരണം നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഓരോ സെഷനുകൾ പറഞ്ഞത്. അതും നമ്മൾ ഇപ്പോ നമ്മുടെ ഇതിലെ ലീഡേഴ്സ്, അതായത് നമ്മൾ ഇതിൽ കണക്ട് ആയി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടാണ് ആ ഓരോ സെഷനുകൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഞാനടക്കം ഞാൻ പറഞ്ഞു, ഞാനൊരു 4 മാസം മാത്രമായിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും കഴിയൂല. കാരണം നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ എന്നും ഒരു LKG സ്റ്റുഡൻസിനെ പോലെയാണ് ഇരിക്കേണ്ടത്. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ, കാരണം നമ്മൾ എല്ലാം അറിയുന്നവരായിട്ട് ഇരുന്നാല് നമുക്ക് സത്യത്തിൽ ഒന്നും നേടാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഓരോ ദിവസവും നമ്മുടെ ഓരോ സെഷനുകൾ മിസ് ചെയ്യാതെ, ഇന്ന് വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറഞ്ഞ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. നിങ്ങളെ നമ്മുടെ ഈ ഒരു CEP 6 മണിയുടെ ഒരു CEP അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് 2 കാര്യങ്ങളാണ് നേടാൻ സാധിക്കുന്നത്. ഒന്ന് എന്താ, നമുക്ക് നല്ലൊരു ആരോഗ്യം, തീർച്ചയായിട്ടും നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം നേടാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ഈ ഒരു CEP ഒരു 15 മിനിറ്റിന്റെ ഒരു മെഡിറ്റേഷൻ നമുക്ക് ലഭിച്ച് അതിനുശേഷമുള്ള ആ ഒരു 3/4 മണിക്കൂറുള്ള നമ്മുടെ ആ ഒരു സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നമ്മുടെ ഈ ഒരു ബിസിനസ്സിലുള്ള നമുക്ക് വലിയൊരു ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു CEP എന്ന് പറഞ്ഞ സെഷൻ ഒരിക്കലും ആരും മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് നിങ്ങൾ എല്ലാവരും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ ഒരു ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമുക്ക് 450-ൽ പരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിലെ സപ്ലിമെന്റ്സ് തന്നെ 100-ലധികം സപ്ലിമെന്റ്സുകളുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കണം, അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതുവഴി നമ്മൾ അത് ഉപയോഗിക്കുക. അതുപോലെ മാത്രമല്ല കേട്ടോ, ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം കൊണ്ടെടുക്കാനും, അതുപോലെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ആളുകളെയും നമ്മൾ ഇതിലേക്ക് കണക്ട് ആക്കണം, അതായത് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ CEP പോലെയുള്ള ഓരോ സെഷനുകൾ നമ്മുടെ കൂടെ വന്ന ആളുകളെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാമുകൾ, എല്ലാ പ്രോഗ്രാമുകളും അവരെ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടും അവരെ നമ്മൾ ഇതിലേക്ക് ഗ്രോത്ത് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങള് നിങ്ങൾക്ക് ഇപ്പോ നമ്മുടെ പഴയ ലീഡേഴ്സിനൊക്കെ ഇത് ഒരുപാട് കേട്ടിട്ടുള്ള ആളുകളായിരിക്കും. പുതിയതായി വന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു മാറ്റം ഇതിലൂടെ നേടാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തന്നെയാണ്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് താങ്ക് യു, വിഷ് യു വെൽ ആൻഡ് ബാക്ക് ടു സീന മാം. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. വളരെ വ്യക്തമായി തന്നെ 13 സെലക്ഷനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിക്കാം മാഡത്തിന്. ഇതുപോലെ ഓരോ ദിവസവും ട്രെയിനിങ് സെഷൻ ഓരോ ലീഡേഴ്സിന്റെയും ഉണ്ടാവും രാവിലത്തെ CEP-യിൽ. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. മാത്രമല്ല നിങ്ങളുടെ ടീമിൽ പുതുതായി പങ്കെടുത്ത ആൾക്കാരെ ഈ രാവിലത്തെ CEP-യിൽ എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവരും എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ.